ഹായ് എവ്രി വൺ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ 1D, 2D ആൻഡ് 3D. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഫിസിക്സിൽ തന്നെ ഏറ്റവും ബേസിക്സ് ആണ്. അതുപോലെ തന്നെ പല എക്സാംസിനും റിപ്പീറ്റഡായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക, ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യുക. ഇതിൽ ന്യൂമറിക്കലും അതുപോലെ തന്നെ തിയററ്റിക്കൽ പാർട്ടും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ട്രാവൽസ് 120 cm in the 8th second. Then the acceleration of the body is. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 8ാമത്തെ സെക്കൻഡിൽ 120 cm സഞ്ചരിച്ചു എങ്കിൽ ആ വസ്തുവിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? ഓപ്ഷൻസ്: 1.02 m/s², 0.34 m/s², 0.18 m/s², 0.16 m/s². അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. സഞ്ചരിച്ച ദൂരം സെൻറ്റിമീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്, ആക്സിലറേഷൻ ചോദിച്ചിരിക്കുന്നത് m/s². അപ്പോൾ നമുക്ക് ഓർമ്മ വേണം, സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ബേസിക് ഇക്വേഷൻ S = U + A × 2n-1/2. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സഞ്ചരിച്ച ദൂരം ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 120 cm. നമ്മുടെ ആക്സലറേഷൻ ചോദിച്ചിരിക്കുന്നത് m/s² ആയതുകൊണ്ട് സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 100 cm ആണ് 1 മീറ്റർ. അതായത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 120 cm/100 വിച്ച് ഈസ് ഈക്വൽ ടു 1.2 മീറ്റർ. ആ യൂണിറ്റ് കൺവേർഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തന്നിരിക്കുന്നത് ടൈമാണ്. n = 8 സെക്കൻഡ്. ഇവിടെ n എന്നുള്ളത് ടൈമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് u ആണ്. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഏതൊരു വസ്തുവും റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ u = 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ a കിട്ടുന്ന പോലെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് a = 2 × Sn-u/2n-1. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ = 0.16 m/s² എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണിത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് S, U ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, N ടൈം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ 8 സെക്കൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ റെസ്റ്റ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 20 cm/s². ഇവിടെയും റെസ്റ്റിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആക്സിലറേഷൻ 20 cm/s². അങ്ങനെയെങ്കിൽ അത് 8 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഓപ്ഷൻസ്: 64 മീറ്റർ, 64 സെൻറ്റിമീറ്റർ, 640 സെൻറ്റിമീറ്റർ, 0.06 മീറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഉത്തരം സെൻറ്റിമീറ്ററിൽ കിട്ടും. അല്ലെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉത്തരം മീറ്ററിൽ കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാം, കാരണം ഓപ്ഷൻസിൽ സെൻറ്റിമീറ്ററും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്: S = ut + ½ at². S എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, U ഇനീഷ്യൽ വെലോസിറ്റി, T ടൈം, A ആക്സിലറേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ്? U = 0, കാരണം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ടൈം 8 സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ 20 cm/s². ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് S = 640 cm എന്ന് കിട്ടും. ഇവിടെ ആക്സിലറേഷൻ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ആൻസറും സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 640 cm. അടുത്ത ചോദ്യം: The area under acceleration time graph represents.
ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അതായത് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതായത് വെലോസിറ്റി വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് താഴെയുള്ള സ്ലോപ്പ് കിട്ടുന്നത് ആക്സിലറേഷൻ ആണ്. അതുപോലെ ആക്സിലറേഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് താഴെയുള്ള ഏരിയ കിട്ടുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അടുത്ത ചോദ്യം, എ ബോഡി മൂവ്സ് ഫ്രം റെസ്റ്റ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഓഫ് 5 meter per second square. Its instantaneous speed in meter per second at the end of 10 second is. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 5 meter per second square ആക്സിലറേഷനോടുകൂടി ട്രാവൽ ചെയ്യുന്നു എങ്കിൽ 10 സെക്കൻഡിന് ശേഷമുള്ള അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? ഓപ്ഷൻസ് 50, 5, 2, 0.5. ഇപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് v ഇസ് ഈക്വൽ ടു u പ്ലസ് എ ടി. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t എന്നത് ടൈം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് u ഇസ് ഈക്വൽ ടു 0 കാരണം ആ വസ്തു റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. a ഇസ് ഈക്വൽ ടു 5 meter per second square. t ടൈം ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്. അപ്പോൾ നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 50 meter per second. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇഫ് എ കാർ അറ്റ് റെസ്റ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി ടു സ്പീഡ് ഓഫ് കാർ 144 km/h in 20 seconds, ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ്. ഒരു കാറ് റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 144 km/h യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്നു ഇൻ 20 seconds. അങ്ങനെയെങ്കിൽ അത് സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഓപ്ഷൻസ് 20 meter, 800 meter, 400 meter and 1200 meter. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫൈനൽ സ്പീഡ് ഈക്വൽ ടു 144 km/h. ഈ km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 144 × 5/18 വിച്ച് ഈസ് ഈക്വൽ ടു 40 meter/second. അപ്പോൾ ക്വസ്റ്റ്യനിൽ km/h ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇനീഷ്യൽ സ്പീഡ് 0 ആണ്, കാരണം ആ കാർ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഫൈനൽ സ്പീഡ് പ്ലസ് ഇനീഷ്യൽ സ്പീഡ് ബൈ 2. അതായത് 40 + 0/2 ഈക്വൽ ടു 20 meter/second. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതുപോലെ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് 20 ആണ്, ടൈം 20 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്നത് 400 meter. അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ എല്ലാം ബേസിക് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസറും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. The first step towards achieving your dreams is having the right coach. Get the best education with ChemistryTips Education and make your chemistry-based exam dreams come true. Download the app now. അടുത്ത ചോദ്യം, വെലോസിറ്റി ടൈം കർവ് ഫോർ എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് ഈസ്. ഒരു വസ്തുവിനെ വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം കർവ് എന്താണ് കിട്ടുന്നത്? പാരാബോളിക് ഷേപ്പ് ആയിരിക്കുമോ, എലിപ്റ്റിക്കൽ ആയിരിക്കുമോ, ഹൈപ്പർബോളിക് ആയിരിക്കുമോ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമോ? അപ്പോൾ ഒരു വസ്തുവിനെ വെർട്ടിക്കലി അപ്വേർഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. If a body is projected vertically upward, the velocity time curve will be a straight line. അടുത്ത ചോദ്യം, 2 trains are each 50 meter long, moving parallel towards each other at speeds 10 meter/second and 15 meter/second respectively. At what time they will pass each other? ഇത് എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. 2 ട്രെയിൻസ് ഉണ്ട്. ആ 2 ട്രെയിനിൻ്റെയും നീളം 50 മീറ്റർ ആണ്. അത് പാരലായിട്ട് ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ സ്പീഡ് ഒന്നിൻ്റെ 10 meter/second
വേറൊന്ന് 15 മീറ്റർ പെർ സെക്കൻഡും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് തമ്മിൽ പാസ് ചെയ്യുന്നത് എത്രാമത്തെ സെക്കൻഡിലായിരിക്കും? ഓപ്ഷൻസ് 10 സെക്കൻഡ്സ്, 4 സെക്കൻഡ്സ്, 2 സെക്കൻഡ്സ് ആൻഡ് 6 സെക്കൻഡ്സ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ട്രെയിനിൻ്റെ സ്പീഡ് v ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ v is equal to 10 plus 15 equal to 25 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടിൻ്റെയും വെലോസിറ്റി നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് ട്രെയിൻ, ഓരോ ട്രെയിനിൻ്റെയും ഡിസ്റ്റൻസ് എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളത് രണ്ട് ട്രെയിനിൻ്റെയും ലെങ്ത്തിന് ഈക്വൽ ആണ്. ഓരോ ട്രെയിനിൻ്റെയും ലെങ്ത് 50 മീറ്റർ ആയതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 100 മീറ്റർ എന്ന് കിട്ടും. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതുപോലെ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 100/25 വിച്ച് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്സ്. അതായത് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് സ്ഥിരമായി PSCയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെന്തായാലും നിങ്ങൾ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 45 മീറ്റർ. വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 1 സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ? അപ്പോൾ 45 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്കിടുകയാണ്. അത് അവസാനത്തെ 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും? നമുക്ക് തന്നിട്ടുണ്ട് g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻസ് 35 മീറ്റർ, 25 മീറ്റർ, 12.5 മീറ്റർ, 10 മീറ്റർ. എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ഗ്രൗണ്ട് ഫോർ ഫ്രീ ഫോൾ. അതായത് 45 മീറ്റർ ഉയരത്തിൽ നിന്നും ആ കല്ല് താഴെ വീഴുന്ന സമയം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് h ഇസ് ഈക്വൽ ടു ഹാഫ് gt സ്ക്വയർ. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ h നമുക്ക് 45 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ t ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g, അതായത് 3 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ടൈം 3 സെക്കൻഡാണ് 45 മീറ്റർ ഉയരത്തിൽ നിന്നും ആ വസ്തു താഴേക്ക് വീഴാൻ. നമ്മുടെ ചോദ്യം 1 സെക്കൻഡിൽ എത്രയാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് s ഇസ് ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു 2n-1/2. u 0 ആണ്, കാരണം ആ വസ്തു ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. a 10 ആണ്. a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇവിടെ g ആണ്, അതുകൊണ്ട് നമ്മൾ 10 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. n എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആണ്. അങ്ങനെയെങ്കിൽ 10/2 ഇൻറ്റു 2 ഇൻറ്റു 3 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 25 മീറ്റർ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ആദ്യം t കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസും കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ s ഇസ് ഈക്വൽ ടു 3 + 2t + 5t സ്ക്വയർ. ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 10 യൂണിറ്റ്, 5 യൂണിറ്റ്. അത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് v ഇസ് ഈക്വൽ ടു ds/dt. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 + 10t. അതായത് ടൈം 0 ആണെങ്കിൽ when t is equal to 0, velocity is equal to 2 units. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരിയ ഉത്തരം. അടുത്ത ചോദ്യം, എ ബോഡി ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ഇൻ വെർട്ടിക്കൽ അപ്വേർഡ് ഡയറക്ഷൻ. ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 1 സെക്കൻഡ് ഈസ്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിയുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ 1 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി എത്രയായിരിക്കും? ഓപ്ഷൻസ് 9.8 മീറ്റർ പെർ സെക്കൻഡ്, 4.5 മീറ്റർ പെർ സെക്കൻഡ്, 2.45 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 0. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ഇതാണ്, v ഇസ് ഈക്വൽ ടു u പ്ലസ് at. ഇവിടെ വസ്തുവിനെ മുകളിലേക്കാണ് എറിയുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ v ഇസ് ഈക്വൽ ടു u മൈനസ് gt. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, t ടൈം. u തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 1 സെക്കൻഡ്.
അങ്ങനെയെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ v = 0. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. വേർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ -g എടുക്കണം, ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ +g എടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് വിട്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ആൻസർ തന്നെ തെറ്റിപ്പോകും. അപ്പോൾ ഇത്രയുമാണ് മോഷൻ ഇൻ 1D, 2D ആൻഡ് 3Dയിലെ കുറച്ച് MCQs. ഇത് പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും മിസ്സാക്കാതെ ഇതെല്ലാം പഠിക്കുക. ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. താങ്ക്